Hi guys, welcome back to my channel. So ഇന്നത്തെ വീഡിയോ തമിഴിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണും. യെസ്, നമുക്ക് കുറച്ച് ക്യൂട്ട് ആയിട്ടുള്ള വെരി നെസസറി ആയിട്ടുള്ള തുടങ്ങിയിട്ടുണ്ട്. വെരി നെസസറി ആയിട്ടുള്ള കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൻ്റെ ഒരു ഹോൾ വീഡിയോ ആണിത്. ഓക്കെ, ഇത് കുട്ടികൾക്കായാലും ഇപ്പോൾ പറഞ്ഞ കണക്ക് സ്കൂൾ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കായാലും അതേപോലെ കോളേജ് സ്റ്റുഡൻസിനായാലും വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ്. വെരി ക്യൂട്ടാണ്, ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആക്ച്വലി ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ചിരുന്നായിരുന്നു നമ്മുടെ ഡെസ്ക് മേക്ക് ഓവർ വീഡിയോ ചെയ്തില്ലായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർ കാണുക. ഇതിൻ്റെ എൻസ്ക്രീനിൽ ഞാൻ കൊടുത്തേക്കാം. നല്ല വീഡിയോ കേട്ടോ, അപ്പോൾ ഇന്ന് കണ്ടു നോക്കുക. ഇനി ഇടുന്ന വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്ക്, മറന്നു പോകണ്ട. ഞാൻ പിന്നെ മറന്നു പോകും പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ഡെസ്ക് മേക്ക് ഓവർ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ വാങ്ങിച്ചിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അതിനുള്ള സമയം എനിക്ക് കിട്ടിയില്ല. പിന്നെ ആ ഡെസ്ക് മേക്ക് ഓവർ വീഡിയോ കുറേ നാളുടെ വെച്ച് ലാഗ് അടുപ്പിച്ചൊരു കാര്യമാണ്. അപ്പോൾ അതങ്ങ് പെട്ടെന്ന് ചെയ്തു എന്നേ ഉള്ളൂ. അത് കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയി കണ്ടോളുക. നമുക്ക് ഇതും ആ ഡെസ്ക് ഇപ്പം എന്തായാലും മേക്ക് ഓവർ ഒക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിരിക്കാം. അപ്പം അതിലേക്ക് നമുക്കിത് ആഡ് ഓൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഐറ്റം എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ കുടഞ്ഞിടാം ഫസ്റ്റ്. സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. എനിക്ക് എക്സൈറ്റ്മെന്റ് ഒന്നുമില്ല, പക്ഷെ എന്തോ പുതിയ സാധനത്തിനോട് പണ്ട് അമ്മ പറയും, എനിക്ക് എന്ത് പുതിയ സാധനം കിട്ടിയാലും അത് ഞാൻ 4 പേരെ കാണിച്ചില്ലെങ്കിൽ എനിക്ക് സമാധാനമില്ല എന്ന് അമ്മ പറയും. സത്യമാണ്. അതുകൊണ്ട് എനിക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് യൂഷ്വലി എനിക്ക് എപ്പോഴും ഉണ്ടാകുന്ന കാര്യമാണ് തന്നെയാണ് ആ എക്സൈറ്റ്മെന്റ് പുതിയ സാധനങ്ങളോട്. അപ്പം അതെന്നും ഉണ്ട്. കുറേ സാധനങ്ങളുണ്ടേ എക്സൈറ്റ്മെന്റ് കുറച്ച് കൂടുതലാണ് നിങ്ങളെ കാണിക്കാൻ. സോ ഐ തിങ്ക് ഇതിവിടെ വെക്കാം. ഞാൻ ആദ്യം ഒന്ന് നിരത്താം, എന്നിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചത്. സോ ഞാനിത് വാങ്ങിച്ചത് നമ്മുടെ മഹാരാജാസ്, എറണാകുളത്തെ മഹാരാജാസ് കോളേജിൻ്റെ അവിടെ ഒരു മെട്രോ സ്റ്റേഷൻ ഉണ്ടാവും. ആ മെട്രോ സ്റ്റേഷൻ ഇറങ്ങി കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേനും ഒരു ഷേണായിസ് തിയേറ്ററൊക്കെ അതിൻ്റെ അടുത്തായിട്ട് വരുന്ന ഒരു ഫിനിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്ക് സ്റ്റോളിൽ നിന്നാണ് വാങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനലിൽ. നിങ്ങൾ ജസ്റ്റ് പോയി അതൊന്ന് ചെക്കൗട്ട് ചെയ്യാം. അയ്യോ, ആ കടയിൽ നമ്മൾ കയറുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് എന്തൊക്കെ എടുക്കാൻ തോന്നുന്നറിയോ, എല്ലാം വാരി എടുക്കാൻ തോന്നും. അതുപോലത്തെ ഒരു കട അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നും എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് അടിപൊളി. പെയിൻറ്റിങ് ചെയ്യുന്നവർക്ക് വേണ്ട എസെൻഷ്യൽസ് ആയിട്ടുള്ള എല്ലാ നെസസറി ആയിട്ട് വേണ്ട കാര്യങ്ങളും അവിടെ ഉണ്ട്. പഠിക്കുന്ന പിള്ളേർക്ക്, വരയ്ക്കുന്ന പിള്ളേർക്ക്, ഡയറി, ജേർണലിങ്, എന്താ അവിടെ ഇല്ലാത്ത എനിക്കറിയില്ല. അത്രയ്ക്ക് അടിപൊളിയാണ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ കുറേ ഐറ്റംസ് വാങ്ങിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യുന്നോ അല്ലെങ്കിൽ നിങ്ങൾ പടം വരയ്ക്കുന്ന ആളാണെങ്കിലോ ഉറപ്പായിട്ട് നിങ്ങൾ ആ ഒരു കടയിൽ പോകണം. കാര്യം പ്രൈസ് അഫോർഡബിൾ ഒക്കെ തന്നെയാണ്. പക്ഷെ നമുക്ക് ഒറ്റ ടൈമിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വേറെ എങ്ങും നമ്മൾ കയറേണ്ട ആവശ്യം വരത്തില്ല. അത്രയ്ക്ക് അടിപൊളി ഒരു കടയാണ്. അതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട് ഞാൻ പറഞ്ഞതിൽ എന്താണ് കാര്യം നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഷോർട്സ് ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ അവിടുന്ന് നമ്മൾ എന്തൊക്കെയാണ് ഇന്ന് വാങ്ങിച്ചതെന്നുള്ളത് കാണാം. എന്തപ്പോൾ ആദ്യം കാണിക്കാം? ആദ്യം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ കാണിക്കാം അല്ലേ? കാണിച്ചു തരാമേ. നിങ്ങൾക്ക് അറിയാവുന്ന എനിക്കറിയില്ല. എൻ്റെ ഈ ചാനൽ നേരത്തെ, അതായത് ഈ സഹനാസ് വ്ലോഗ് എന്നല്ലായിരുന്നു ശരിക്കും ഈ ചാനലിൻ്റെ പേര്. ഈ ചാനലിൻ്റെ പേര് സാഡ് റോസ് എന്നായിരുന്നു. ഈ ചാനൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്രോയിങ് ചാനലാണ്. ഈ വീടിൻ്റെ അവസാനം ഞാൻ കാണിക്കാം ഞാൻ വരച്ച പെയിൻറ്റിങ്സ് എന്തൊക്കെയാണെന്നുള്ളത്, ഈ ചാനലിട്ട വർക്ക്സ് എന്തൊക്കെയാണെന്നുള്ളത്. വലുതായിട്ടൊന്നുമില്ല. അന്ന് എനിക്കൊന്ന് ഞാൻ 11th എന്തോ പഠിക്കാം, അന്ന് ചെയ്തതാണ്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഈ ചാനൽ ഡ്രോയിങ്ങിൻ്റെ ചാനലായിരുന്നു. അപ്പം ഡ്യൂഡിലാർട്ടൊക്കെ ചെയ്യുന്ന ചാനലായിരുന്നു. അപ്പം ആ സമയത്ത് പിന്നെ ഞാൻ +1 +2 കഴിഞ്ഞു, ഞാൻ ഡിഗ്രിക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ അതൊക്കെ വിട്ടു. പക്ഷെ ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഈ ചാനലിലല്ല, ജസ്റ്റ് പടം വരെയൊക്കെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് ഈ ജേർണലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സമാധാനം കിട്ടും. നമ്മൾ ഡയറി ചെയ്യുന്ന സമയത്ത് ഒരു സമാധാനം കിട്ടും. പാട്ട് പാടുന്ന സമയത്ത് ഒരു സമാധാനം കിട്ടും. ഡാൻസ് കളിക്കുമ്പോൾ സമാധാനം കിട്ടും. അതുപോലെ തന്നെയാണ് നമുക്ക് സംടൈംസ് നമ്മൾ പടം വരയ്ക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സമാധാനം കിട്ടും. സോ ഐ തിങ്ക് ഞാൻ കഴിഞ്ഞ അവിടെ നാട്ടിൽ പോയപ്പോൾ ഒരു ഡോക്ടറെ കാണാൻ പോയി, ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞായിരുന്നു എനിക്ക് മെൻ്റലി കുറച്ച് ഞാൻ സ്ട്രെസ്ഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ട്രെസ്സൊക്കെ നമുക്കൊന്ന് കുറയ്ക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ താമരയുടെ വക എനിക്ക് കിട്ടിയ സമ്മാനമാണ്. പണ്ട് മുതലേ സ്കെച്ച് പെൻസ്, ക്രയോൺസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഓയിൽ പേസ്റ്റൽസ് ആണ്. ഇത് യൂഷ്വലി എല്ലാവർക്കും യൂസ് ചെയ്യാൻ അറിയാമായിരിക്കും. കാര്യം നമ്മൾ ക്രയോൺസ് പോലെ തന്നെ ആണെങ്കിലും ഇതിൻ്റെ ഈ സംഭവം ഉണ്ടല്ലോ ഇതിനകത്തിരിക്കുന്നത്, ഇത് വെച്ചിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യിക്കുമ്പോൾ അതിങ്ങനെ നല്ല ഫിനിഷിൽ കിട്ടും. നല്ല രസമാണ് അത്.
കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരു എത്ര കളേഴ്സ് ഉണ്ട്, എനിക്കതൊരു 15ഓളം കളേഴ്സ് ഇതിൽ അവൈലബിൾ ആണ്. ഇതാണ് ഫസ്റ്റ് ഐറ്റം. പിന്നെ നെക്സ്റ്റ് ഡോംസിൻ്റെ, ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന പേന ഡോംസിൻ്റെ പേന. അയ്യോ അടിപൊളി പേന കേട്ടോ. അത് അവിടെ ഇല്ലായിരുന്നു, അത് ഞാൻ കണ്ടില്ല. ഞാൻ കുറേ തപ്പി. എനിക്ക് പിന്നെ നേരത്തെ പോകേണ്ടതുകൊണ്ട് ഞാൻ അധികം ആ പേന തപ്പി നടന്നില്ല. അവിടെ ഉണ്ടാവും, കാര്യം അവിടെ ഇല്ലാത്തതായിട്ടൊരു സാധനങ്ങളും ഇല്ല. ഡോംസിൻ്റെ തന്നെ ഒരു പെൻസിൽ ക്രയോൺ ആണ്. തുറന്ന് കാണിക്കാം ഞാനിത്. കളർ പെൻസിൽ. എൻ്റെ ഉള്ളിലെ കുഞ്ഞു കുട്ടി എഴുന്നേറ്റു ഗൈസ്. See this? താല്പര്യം നമുക്ക് വെക്കാം. അപ്പൊ ഇത് 12 പെൻസിൽസ് ഉണ്ട്. പിന്നെ ഇതെന്റെ ഐറ്റം അല്ല, ഇത് താമരയുടെ ഐറ്റാണ്. യോലോ, അതിന്റെ പേന മാത്രമേ താമര യൂസ് ചെയ്യത്തുള്ളൂ. ഈ പേന മാത്രമേ അവൾ യൂസ് ചെയ്യുള്ളൂ. ഇതിൽ 10 പീസ് ഉണ്ട്. ഇതിന്റെ വില വരുന്നത് എനിക്ക് തോന്നുന്നു 100 രൂപയാണ് ഇതിന്റെ വില. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്യുക ചെയ്തത്. ഇത് അതിൽ നിന്ന് അവിടെ നിന്ന് വാങ്ങിച്ചതല്ല. അവിടെ ഉണ്ട് സംഭവം, ഇത് പക്ഷെ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. നെക്സ്റ്റ് ഈ പറഞ്ഞ ഗ്ലിറ്റർ പെന്നാണ്. ഗ്ലിറ്റർ പെൻ ഇതിലെനിക്ക് തോന്നുന്നു എത്ര 10 ഗ്ലിറ്റർ പെൻസ് ഉണ്ട്. പിന്നെ നമുക്ക് അസൈൻമെന്റ്സ് ഒക്കെ വരുമ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ദ വെരി നെക്സ്റ്റ് വൺ, ശരിക്കും പറഞ്ഞാൽ സമയം ഇത് എത്ര പോകുന്നു എനിക്കറിയില്ല. ഈ ഒരു ബ്രഷ് പെന്നാണ്. ഇത് ഹൈലൈറ്റർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത് നമ്മൾ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു പേസ്റ്റൽ ഷെയ്ഡിലുള്ള ഹൈലൈറ്റേഴ്സ് വാങ്ങി. ഇത് ശരിക്കും എനിക്കും താമരയ്ക്കും കൂടെ നമ്മൾ വാങ്ങിയതാണ്. ഒരെണ്ണത്തിന് എനിക്ക് തോന്നുന്നു 20 രൂപ എന്തോ ഉള്ളൂ. ഒരു കത്രിക വാങ്ങിയിട്ടുണ്ട് നമ്മൾ, ആവശ്യം വരും. ചില സമയങ്ങളിൽ എനിക്ക് കട്ടർ ഉപയോഗിച്ച് അൺബോക്സ് ചെയ്യാനൊക്കെ പാടാണ്. പിന്നെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനും ഇത് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പം കത്രിക. പിന്നെ ഇതിൽ ഈ ഒരു കത്രിക ഇങ്ങനെ മൂടി വെക്കാനുള്ള സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. അത് പിന്നെ ഇത് പേപ്പർ പിന്നാണ്. അതായത് ഷോ യു. ഉണ്ട്, കണ്ടില്ലേ, ഫുള്ള് പേപ്പർ പിൻസാണ്. ഇത് കൊച്ചുകുട്ടികൾ വാങ്ങിക്കാൻ ഞാൻ പറയില്ല. കോളേജ് സ്റ്റുഡൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. കൊച്ചുപിള്ളേർ ചിലപ്പം കയ്യിലൊക്കെ കൊണ്ട് മുറിയാനും ഒക്കെ കാരണമാവും. അപ്പം അത് നിങ്ങളിത് അവോയ്ഡ് ചെയ്തോളൂ. ലൈക്ക് ഇത് വാങ്ങിക്കണമെന്നില്ല. കോളേജ് സ്റ്റുഡൻസ് ആണെങ്കിൽ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. നമുക്ക് ഈ പേപ്പർ അസൈൻമെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ പിൻ ചെയ്ത് വെച്ചിട്ട് എഴുതാനൊക്കെ പറ്റും അത്. പിന്നെ നമ്മളൊരു ഫെവിക്കോളിൻ്റെ ഒരു പശ വാങ്ങിയിട്ടുണ്ട്. പിന്നെ സ്കെയില്, നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട കുറച്ച് സംഭവങ്ങൾ. സ്കെയില്, ഒരു വലിയ സ്കെയില്. പിന്നെ ഇവിടെ എന്ത് വാങ്ങിച്ചാലും 2 ആയിട്ട് വാങ്ങിക്കുന്നുണ്ട്. ഒരു കത്രിക താമരയ്ക്കും. പിങ്ക് എൻ്റെയാണ്, അല്ല പിങ്ക് താമരയുടെയാണെന്ന് തോന്നുന്നു. എൻ്റെ ബ്ലൂ ആണ്. അപ്പോൾ ഇത്. പിന്നെ സ്കെയില് വലുതും ചെറുതും. പിന്നെ കോമ്പസ്, എന്തെങ്കിലും അസൈൻമെൻറ്റ്സിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലും വരയ്ക്കേണ്ടി വന്നാൽ കോമ്പസ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് ഈ കട്ടർ, മിനി കട്ടർ. ഇത് ആക്ച്വലി നമ്മുടെ മറ്റേ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു പിങ്ക് ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ അത് തുരുമ്പെടുത്തു പോയി, കുറേ നാളായല്ലോ ഇപ്പോൾ. അപ്പം നമ്മൾ ഒരെണ്ണം കൂടെ വാങ്ങി ഇത്. പിന്നെ നമ്മൾ കഴിഞ്ഞ ഡെസ്ക് മേക്ക് ഓവർ വീഡിയോയിൽ ഞാൻ ഓൾറെഡി ഒരു സ്റ്റിക്കി നോട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഓർമ്മക്കുറവ് കൊണ്ട് ഞാൻ എന്തിൻ്റെ കാരണത്താൽ വാങ്ങിച്ച സാധനമാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പിന്നെ നമ്മൾ ഇന്നലെ പോയപ്പോൾ നമ്മൾ വീണ്ടും ഒരു സ്റ്റിക്കി നോട്ട് വാങ്ങി. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് ബുക്സിലൊക്കെ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് നമുക്ക് നോട്ട് ചെയ്യാം. ഇന്ന പേജിലാണ് ഇന്നതിൻ്റെ കിടക്കുന്നതിന് നോട്ട് ചെയ്യാം. ഇങ്ങനത്തെ ഒരു സ്റ്റിക്കി നോട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 4 കളേഴ്സ് അല്ല 5 കളേഴ്സ് ഉണ്ട്. ഒരു ഗ്രീൻ, പിങ്ക്, ഒരു പേസ്റ്റൽ ഷെയ്ഡ്, പിന്നെ ഒരു ഓറഞ്ച് ആൻഡ് യെല്ലോ. ഇത്രയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ പിന്നെ ഒരു ഫയല് വാങ്ങി. ഈ ഫയൽ നമ്മൾ അവിടെ നിന്ന് തന്നെ വാങ്ങിയതാണ്. ഇതിങ്ങനെ അടയ്ക്കുന്ന ഫയലാണ്. പിന്നെ നമ്മൾ അസൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വരുവാണല്ലോ, അതുകൊണ്ട് നമുക്ക് വീണ്ടും ഒരു ജെൽ പെൻ വാങ്ങിയിട്ടുണ്ട്.
ഒരു ബ്ലാക്ക് ജെൽ വാങ്ങിയിട്ടുണ്ട്. കാര്യം നമ്മൾ അസൈൻമെന്റിൽ നമ്മൾ സബ്മിറ്റഡ് ബൈ സബ്മിറ്റഡ് ടു ഒക്കെ എഴുതുന്നത് നല്ല പെനോണ്ട് എഴുതാൻ നല്ലതായിരിക്കും. സോ ഒരു ക്ലീനിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ബ്ലാക്ക് ജെൽ വാങ്ങി, പിന്നെ ഒരു ബ്ലൂ കളർ ജെൽ വാങ്ങി, പിന്നെ ഒരു മാർക്കർ ഓൾറെഡി എൻ്റെ ഉണ്ട്, പിന്നെ ഞാൻ വാങ്ങിച്ചതാണ്. അസൈൻമെന്റ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് മാർക്കറൊക്കെ. ഇനി ഞാൻ നിങ്ങളൊരു കാര്യം കാണിച്ചു തരട്ടെ. വെരി ക്യൂട്ടായിട്ടുള്ള ഒരു ചെറിയ ഐറ്റം നമ്മൾ വാങ്ങിയിട്ടുണ്ട്. സി, പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ അസൈൻമെന്റ്സ് ഒക്കെ ചിലപ്പോൾ ക്ലാസ്സിൽ ചെന്നിരിക്കായിരിക്കും പെട്ടെന്ന് എഴുതി തീർക്കുന്നത്, ലാസ്റ്റ് എന്തെങ്കിലുമൊക്കെ കൺക്ലൂഷനൊക്കെ. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ താഴെ പോയിട്ട് സ്റ്റേപ്ലർ അടിക്കണം. അയ്യോ, അതിന് സമയം കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ക്ലാസ്സിൽ തെണ്ടും, സ്റ്റാപ്ലർ ഉണ്ടോ. അതുകൊണ്ട് അങ്ങനെ നമുക്ക് ഇനി തെണ്ടേണ്ടി വരത്തില്ല. സോ ഇതുണ്ട് നമുക്കിനി, ഈ ക്യൂട്ട് കുട്ടൻ. അപ്പൊ ഇത് അടിപൊളിയാട്ടോ, ഭയങ്കര ചെറുതായി. എൻ്റെ ലിപ്പുണ്ട് ഒരു യെല്ലോ, അത് ഞാൻ കാണിച്ചു തരാം, വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം യെല്ലോ. അപ്പൊ ആ വീഡിയോ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, എന്തായാലും ഇത് ഭയങ്കര അടിപൊളിയാട്ടോ. പിന്നെ ഞാൻ വാങ്ങിയതല്ല, എനിക്ക് ഓൾറെഡി കളർ ബുക്ക് ഉണ്ട്, ലൈക്ക് ഡ്രോയിങ് ചെയ്യുന്ന ബുക്ക് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഡ്രോയിങ് ബുക്ക് ഒന്നും വാങ്ങിയില്ല. താമര ഈ കളർ ബുക്ക് വാങ്ങി. Lighten up, take me on your magic river, tell me all your dreams alive. എനിക്കിഷ്ടായി. പിന്നെ ലാസ്റ്റ് അല്ല, പിന്നെ ഇത് ബോണ്ട് പേപ്പർ ആണ്. ഇനിയിപ്പോൾ അസൈൻമെന്റിന്റെ ഒരു കാലമാണ് വരാൻ പോകുന്നത്. കാര്യം ഇപ്പം നമ്മൾ നെക്സ്റ്റ് സെമ്മിലേക്ക് നമ്മൾ കയറിയപ്പോൾ ഇനിയിപ്പോൾ തൂരൊരു അസൈൻമെന്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ഒരു ബണ്ടിൽ വിട്ട് നമ്മൾ വാങ്ങിയത്. അപ്പം അത്, പിന്നെ നമ്മളിതേ ഒരു ചെറിയ, നമുക്ക് ഈ കോളേജിൽ ഇനിയിപ്പോൾ അസൈൻമെന്റ്സ് ഒക്കെ വരികയാണ്. അപ്പം നമുക്ക് ക്രയോണ്, അതുപോലെ തന്നെ സ്കെച്ച്, മാർക്കർ, പെൻസിൽസ്, അങ്ങനത്തെ അസൈൻമെന്റ്സിന് വേണ്ട എസെൻഷ്യൽസ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇത് ഈ ഒരു ചെറിയ ഫയലൂടെ ഞാൻ വാങ്ങി. അയ്യോ, ഫയലൊക്കെ പൊട്ടിയേനെ. ഫയലൂടെ വാങ്ങി, അടിപൊളിയാണ്. പിന്നെ ഒരു ടേപ്പ്. ഇത് ആക്ച്വലി ടേപ്പിന് എന്തോ പറയുമല്ലോ, ഈ ടേപ്പിൻ്റെ പേരെന്തായിരുന്നു? അതിനെന്തോ ഒരു പേര് പറയും, അത് ഞാൻ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. അങ്ങനെ ഒരു ടേപ്പ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബേസിക് റബ്ബർ, യെസ്, അത്രേ ഉള്ളൂ. യോലോയുടെ പെൻ, അത് നമ്മൾ ആദ്യം കാണിച്ചാണ്. അപ്പം നമ്മൾ ഇപ്പം വാങ്ങിച്ചത് ഇതിൻ്റെ കൂടെ ഒരു ക്രയോണും കൂടെ, ക്രയോൺ അല്ല, ഒരു സ്കെച്ച് പെന്നും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് താമരയ്ക്ക് അസൈൻമെൻറ്റ് എഴുതണമെന്ന് പറഞ്ഞിട്ട് താമര അങ്ങ് കൊണ്ടുപോയി. പിന്നെ ഒരു ബണ്ടിലും കൂടെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്, അതും താമര അസൈൻമെൻറ്റ് എഴുതാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹോൾ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് നിങ്ങൾക്ക് ഒരു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഭയങ്കര ഓർഗനൈസ് ചെയ്യണം, ഭയങ്കര അടിപൊളിയായിട്ട് കാര്യങ്ങൾ ചെയ്യണം. അസൈൻമെൻറ്റ്സ് ആയാലും, നിങ്ങൾക്ക് പെയിൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണെങ്കിലും, നിങ്ങൾക്ക് ഡയറി എഴുതാൻ വേണ്ടി ഡയറി ആവശ്യമുണ്ടെങ്കിലും, ഇപ്പോൾ ജേർണലിംഗ് ഒരു വെറൈറ്റി ആയിട്ടൊരു സംഭവമാണല്ലോ, എല്ലാവരും ഹോബി ആവുന്നൊരു സാധനമാണ് ജേർണലിംഗ്. സോ ജേർണലിംഗ് നിങ്ങൾക്ക് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് ഇതേ കടയിൽ പോയിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നിങ്ങൾക്ക് ആ ഒറ്റ കടയിൽ നിങ്ങൾക്ക് വേണ്ട ഐറ്റംസ് ഫുള്ള് വാങ്ങിക്കാൻ പറ്റും. അത് ആ കട എവിടെയാണെന്നുള്ളത് പ്രോപ്പറായിട്ട് കണ്ട് നിങ്ങളുടെ ഷോർട്സ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി, അതിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ കടയുടെ ഫ്രണ്ട് പോർഷൻ ഞാൻ ഇവിടെ ഇങ്ങനെ കൊടുക്കാം. ഇപ്പോൾ വരുന്നത് മഹാരാജാസ് കോളേജിൻ്റെ അടുത്ത് തന്നെയാണ്. ഒരുപാട് സാധനങ്ങളുണ്ട്, നിങ്ങൾക്ക് വേണ്ട എല്ലായിടത്തും നിന്നാണ് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്. പിന്നെ അതുപോലെ തന്നെ ഡെസ്ക് മേക്ക് ഓവർ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എൻഡ് സ്ക്രീനായിട്ട് കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ഉടനെ നിങ്ങൾ അങ്ങോട്ടേക്ക് പൊക്കോളും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.